രാമായണ മാസം 2024 ജൂലൈ 16 ചൊവ്വാഴ്ച തുടങ്ങും. ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥകൾ അലയടിക്കുന്ന ഈ പുണ്യമാസം ഈശ്വര വിശ്വാസികളായ മലയാളികൾ കഴിഞ്ഞ വർഷത്തെ പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിനും വരും വർഷത്തിൻ്റെ ശ്രേയസ്സിനുള്ള പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും ആരോഗ്യ സംരക്ഷണത്തിനും പ്രയോജനപ്പെടുത്തുന്നു. കർക്കിടകത്തിലെ എല്ലാ ദിവസവും മിക്ക ക്ഷേത്രങ്ങളിലും രാവിലെ ഗണപതി ഹോമവും വൈകിട്ട് ഭഗവതി സേവയും നടത്താറുണ്ട്. പല സ്ഥലങ്ങളിലും ഏതെങ്കിലും ഒരു ദിവസം ലക്ഷാർച്ചനയും നടക്കുന്നു. എന്നാൽ ദിവസവും ക്ഷേത്രങ്ങൾക്കൊപ്പം മിക്ക വീടുകളിലും രാമായണം പാരായണം പതിവാണ്. രാമായണത്തിലെ ഓരോ ഭാഗം വീതം എന്നും പാരായണം ചെയ്ത് മാസ അവസാന നാൾ ശ്രീരാമ പട്ടാഭിഷേകം വായിച്ച് പൂർത്തിയാക്കണം. ചിലർ 6 കാണ്ഡങ്ങൾക്ക് പുറമെ ഉത്തരരാമായണവും ഈ സന്ദർഭത്തിൽ വായിക്കാറുണ്ട്. പവിത്രമായ ഈ ആചാരം പാപശാന്തിക്കും സർവ ഐശ്വര്യത്തിനും ഗുണകരമാണ്. ധർമ്മവും അധർമ്മവും കറുപ്പും വെളുപ്പും രാമനും രാവണനും തമ്മിലുള്ള യുദ്ധം അനാദികാലം മുതൽ മനുഷ്യചരിത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അന്തിമമായ ഈ ജയം ധർമ്മത്തിനും നന്മയ്ക്കുമാണെങ്കിലും തിന്മയുടെ ഇരുണ്ട ശക്തികൾ ബലമാർജിക്കുന്ന സമയവും ഉണ്ടാവാറുണ്ട്. ഋതുക്കൾക്ക് ചില പ്രത്യേക സ്പന്ദനങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വാസത്തിലാകാം കർക്കിടക മാസത്തിൽ വീടുകളിൽ രാമായണ കഥ പാരായണം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത പഴമക്കാർ പണ്ടേ കൽപ്പിച്ചത്. കൂടാതെ കാത്തിരിപ്പിന്റെ മാസം കൂടിയാണ് കർക്കിടകം. മലയാളികൾക്ക് രാമഭക്തിയുടെ സുധാമൃതമൊഴുകുന്ന എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണമാണ് പരിചിതം. വാത്മീകി രാമായണത്തിലെ രാമൻ അവതാര പുരുഷൻ എന്നതിലുപരി ഇതിഹാസ പുരുഷനാണ്. ഈശ്വര തുല്യമായ രാമസ്തുതികൾ ഇതിൽ കുറവാണ്. എന്നാൽ അധ്യാത്മരാമായണം വിഷ്ണു അവതാരമായ രാമന്റെ കഥയാണ്. ശാരിക പൈങ്കിളിയെ കൊണ്ട് എഴുത്തച്ഛൻ ഭക്തിരസത്തോടെ ചൊല്ലിക്കുന്നത്. രാമായണം പല തലമുറകളിലൂടെ 10 ലക്ഷം പ്രാവശ്യം രചിക്കപ്പെട്ടിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു. ആരാണോ രാമനാമം കേൾക്കുകയോ ഉച്ചരിക്കുകയോ ചെയ്യുന്നത് അയാൾ ജന്മങ്ങളുടെ സമുദ്രം ഒരു ചെറിയ കുഴിയ എന്ന പോലെ കടക്കുന്നു. ഇതാണ് രാമനാമ മഹത്വം. കർക്കിടക മാസം രാമായണ മാസമായി നാം ആചരിക്കുന്നു. രാമായണം എന്നാൽ രാമന്റെ യാത്ര എന്നാണ് അർത്ഥം. വാത്മീകി രചിച്ച രാമായണം കാവ്യരൂപത്തിലുള്ള ആദ്യ കൃതിയാണ്. അതുകൊണ്ടിത് ആദിമകാവ്യമെന്നും അറിയപ്പെടുന്നു. ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കാനായി മഹത്തായ സിംഹാസനം വരെ ഉപേക്ഷിച്ച രാമനെയും ഭരതനെയും പോലെയുള്ളവരുടെ കഥയിലൂടെ മഹത്തരമായ ധർമ്മ സംരക്ഷണത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് രാമായണത്തിൽ നിന്ന് ലഭിക്കുന്നത്. വീണ്ടും ഒരു രാമായണ മാസം കൂടി കടന്നു വരികയാണ്. മനസ്സും ശരീരവും ശുദ്ധീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന പുണ്യമാസം. ദക്ഷിണായനം ആരംഭിക്കുകയായി. കർക്കിടകം 1 മുതൽ ഇനിയുള്ള 6 മാസക്കാലം സൂര്യനെ ഭൂമധ്യരേഖയ്ക്ക് തെക്ക് ഭാഗത്തായിരിക്കും കാണുക. കർക്കിടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇതുതന്നെയാണ്. ഉത്തരായനം ദേവന്മാരുടെ പകലാണെങ്കിൽ ദക്ഷിണായനം രാത്രിയാണ്. ദക്ഷിണായനം പ്രാധാന്യമായ കാലമാണെന്ന് ഹൈന്ദവ പുരാണം പറയുന്നു. പിതൃലോകത്തെ സായം സന്ധ്യ കർക്കിടക മാസത്തിലെ കറുത്ത വാവാണെന്ന് ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട്. സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലത്തിൽ നിൽക്കുന്ന മാസമാണ് കർക്കിടകം അറിയപ്പെടുന്നത്. അതിവർഷവും പ്രളയവും ഈ മാസത്തിൽ പ്രത്യേകതകളാകുന്നത് അതുകൊണ്ടാണ്. വിപരീതമായ കാലാവസ്ഥയിൽ രോഗങ്ങളും ദുരിതങ്ങളും മുൻകൂട്ടി കണ്ട്
പഴയ തലമുറ ചികിത്സാപ്രധാനമായ മാസമായി കർക്കിടകത്തെ കരുതിപ്പോരുന്നു. ഒപ്പം ഭക്തിക്കും പ്രാധാന്യം കൊടുത്തു. വിഷ്ണുപ്രധാനമായ മാസമായതിനാൽ വിഷ്ണുവിനോ അവതാരങ്ങൾക്കോ പ്രാധാന്യം വന്നു. കേരളത്തിൽ ഇത് രാമായണ മാസമായി ആചരിച്ചു പോരുന്നു. മാ നിഷാദ എന്നാൽ അരുത് കാട്ടാള. ലോകത്തിലെ ആദ്യത്തെ ഇതിഹാസത്തിന് കാരണമായ വാക്കാണിത്. തമസാ നദിയുടെ തീരത്ത് കാട്ടാള ശരമേറ്റു വീണ ക്രൗഞ്ചപക്ഷിയുടെ മരണവിലാപവും ഇണപക്ഷിയുടെ വിയോഗദുഃഖവും ആദികവിയുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ സഹായാനുഭൂതിയിൽ നിന്നും രാമായണം എന്ന മഹാകാവ്യം രൂപം കൊണ്ടു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും മാതൃകയായ ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നാരദനോട് വാത്മീകി മഹർഷിയുടെ ചോദ്യത്തിനുത്തരമായി ഇക്ഷ്വാകു പരമ്പരയിൽപ്പെട്ട ശ്രീരാമന്റെ ചരിത്രം നാരദ മഹർഷി വാത്മീകിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ശ്രീരാമന്റെ സമകാലികനായിരുന്ന വാത്മീകി ഗാനരൂപത്തിൽ രാമായണം ലവകുശന്മാരെ പഠിപ്പിക്കുന്നു. രാമായണത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റി പ്രചാരത്തിലുള്ള കഥ കൂടി മനസ്സിലാക്കണം. രാമായണം കാവ്യരൂപത്തിൽ രചിക്കാനിടയായ സംഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യമനുസരിച്ച് വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിൽ വിരുന്നു വന്ന നാരദമുനിയിൽ നിന്നാണ് വാത്മീകി രാമകഥ കേൾക്കാനിടയായത്. നാരദനോടുള്ള വാത്മീകിയുടെ ചോദ്യം ഈ ലോകത്തിൽ ധൈര്യം, വീര്യം, ശ്രമം, സൗന്ദര്യം, പ്രൗഢി, സത്യനിഷ്ഠ, ക്ഷമ, ശീലാഗുണം, അജേയത എന്നീ ഗുണങ്ങളടങ്ങിയ ഏതെങ്കിലും മനുഷ്യനുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങേക്കറിയാതിരിക്കാൻ വഴിയില്ലല്ലോ എന്നായിരുന്നു. അതിനുള്ള മറുപടിയായി നാരദൻ രാമകഥ ചൊല്ലിക്കൊടുക്കുന്നത്. എല്ലാ ഗുണങ്ങളും ഒരു മനുഷ്യനിൽ സമ്മേളിക്കുക എന്നത് അസംഭവ്യമാണെന്നും എന്നാൽ ഏറെക്കുറെ ഗുണങ്ങൾ ഒത്തുചേർന്ന മനുഷ്യൻ ദശരഥ മഹാരാജാവിന്റെ മൂത്ത മകൻ രാമനാണെന്നുമായിരുന്നു നാരദന്റെ മറുപടി. തുടർന്ന് നാരദൻ രാമകഥ മുഴുവൻ വാത്മീകിക്ക് വിസ്തരിച്ചു കൊടുത്തു. പിന്നീട് ഒരിക്കൽ ശിഷ്യന്മാരുമൊത്ത് തമസാ നദിയിൽ സ്നാനത്തിനായി പോവുകയായിരുന്ന വാത്മീകി ഒരു വേടൻ ക്രൗഞ്ചമിഥുനങ്ങളിൽ ആൺപക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തുന്നത് കണ്ടു. കാട്ടിൽ വസിക്കുന്ന മുനിമാർക്ക് അത്തര കാഴ്ചകൾ നിത്യേന കാണുന്നതാണെങ്കിലും രാമകഥ വാത്മീകിയുടെ ലോകവീക്ഷണം തന്നെ മാറ്റിമറിച്ചതിനാൽ ആൺപക്ഷിയുടെ ദാരുണമായ അന്ത്യവും പെൺപക്ഷിയുടെ വിലാപവും ചേർന്ന് ആ കാഴ്ച മഹർഷിയുടെ മനസ്സ് ലയിച്ചു. ഈ സമയം ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷനായി അതേ രൂപത്തിൽ തന്നെ ശ്രീരാമന്റെ ജീവിതകഥ രചിക്കുവാൻ വാത്മീകിയെ ഉപദേശിച്ചു. 20,000 ശ്ലോകം കൊണ്ട് രാമായണം കഥ കാവ്യരൂപത്തിൽ അദ്ദേഹം എഴുതി തീർത്തു. 500 അധ്യായങ്ങൾ ഇതിലുണ്ട്. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തരകാന്ഡം എന്നിങ്ങനെ 7 കാണ്ഡങ്ങളിലാണ് രാമകഥ രചിച്ചിരിക്കുന്നത്. ഇതിൽ ബാലകാന്ഡവും ഉത്തരകാന്ഡവും വാത്മീകി എഴുതിയതല്ല എന്നും അത് പിന്നീട് ചേർക്കപ്പെട്ടതാണെന്നും വാദമുണ്ട്. മനുഷ്യകുലത്തിലുള്ള ഉത്തമ പുരുഷന്റെയും ഉത്തമ സ്ത്രീയുടെയും ജീവിത കർമ്മധർമ്മങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ വീണ്ടും കിട്ടിയ ഒരവസരം കൂടിയാണിത്. ഐശ്വര്യവും സമാധാനവും സന്തോഷഭരിതവുമായ രാമായണ മാസത്തെ നമുക്ക് ഹാർദവമായി വരവേൽക്കാം. കർക്കിടക മാസം മലയാളികൾക്ക് രാമായണ മാസമാണ്. ഇനി തുഞ്ചന്റെ കിളിമകളെ ഭക്ത്യാദരപൂർവം കേൾക്കുന്നതിനുള്ള സമയമാണ് ഇനി വരാൻ പോകുന്നത്. ഭക്തഗൃഹങ്ങളിൽ വിശുദ്ധിയുടെ ശോഭയാണ്. രാമകഥാമൃതം ഈണത്തിൽ നിറയുന്ന വേള. ഉമ്മറത്തിണ്ണകളിൽ കോസലവും മിഥിലയും പുനർജനിക്കുന്നു. ശ്രീരാമകഥകൾ കൊണ്ട് കർക്കിടക മാസത്തെ
ഭക്തി സാന്ദ്രമാക്കൂ. രാമകഥകൾ കൊണ്ട് ഇനിയുള്ള നാളുകളിൽ ചുണ്ടുകളിൽ രാമായണം മുഴങ്ങട്ടെ. അധർമ്മികളുടെ മേൽ ധർമ്മവിജയം കുടിപാറാൻ ഈ രാമായണ മാസത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്കേവർക്കും എല്ലാവർക്കും നന്മകൾ നേരുന്നു.